വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിതൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ഒക്കെ വരാൻ പോവാണ്. മെയ് 11-ാം തീയതിയാണ് ഞങ്ങളുടെ ആനിവേഴ്സറി ഒക്കെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ആനിവേഴ്സറിക്കും വിചാരിക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വിചാരിക്കും, പക്ഷേങ്കിൽ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഈ പ്രാവശ്യത്തെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് മുന്നായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് മിരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാം സെറ്റാണ്. അപ്പോൾ ഞാനൊരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ ട്രെൻഡൊക്കെ ആയി നിൽക്കണം, മറ്റേ പുള്ളി കോട്ടൺ സാരി ഇല്ലേ, കോട്ടൺ സാരി തന്നെയല്ലേ പറയുക, അങ്ങനത്തെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടൊരു സാരി എടുക്കണം, കാരണം സാരിയുടെ പരിപാടിയെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഉല്ലാസ് D2 വെഡിങ് മീഡിയത്തെ ഉല്ലാസിനായിട്ടാണ്. അപ്പോൾ ഉല്ലാസ് എന്നോട് പറഞ്ഞത്, ചേച്ചി ഈ സാരി എടുക്കുക, ഈ സാരി എടുത്ത് നല്ല ഭംഗിയുണ്ടായിരിക്കും, ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. ഞാൻ ട്രെൻഡ് നോക്കി സാരി ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ചേച്ചിയുടെ ബ്ലൗസ് അടുപ്പിച്ച് കിട്ടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അത്ര വലിയ തത്രപ്പാട് എന്താ പറയുക ചോദിച്ചില്ല കേട്ടോ. ഞാൻ ഒരു പേരോട് ചോദിച്ചുള്ളൂ. അപ്പോൾ ഒരു കല്യാണ വർക്കിലൊക്കെ ഉണ്ട്, ഇപ്പോൾ തയ്പ്പിച്ച് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചിയുടെ ബ്ലൗസ് ഉണ്ട് കയ്യിൽ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷർട്ടും പാൻറ്റുമാണ് ഇടുന്നത്. പിന്നെ പിള്ളേരെ കേസ് ഒരു ഐഡിയ ഇല്ല. പിള്ളേർക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ബീച്ചിലാണ് നമ്മൾ പോകണം കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലാണ് പോണത്. വേറെ കുറേ പ്ലേസൊക്കെ അവൻ പറഞ്ഞു, ഫോർട്ട് കൊച്ചി, പിന്നെ അപ്പോൾ തന്നെ തൃശ്ശൂർ പാലസ് ഉണ്ട്, ചാവക്കാടൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇവരെയും കൊണ്ടുള്ള പോക്കൊന്നും ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്ക് ഇന്നലെ പോയിട്ട് വാക്സിൻ ഇടിച്ചു. അപ്പോൾ അതിൻ്റേതായ പരിക്കുകളുണ്ട്, കാലുവേദനയുണ്ട്, പനിയുണ്ട്. പക്ഷെ ഞാൻ ഇടുണ്ടായിരുന്നു, അടുത്ത ബുധനാഴ്ച ആയിട്ടാണ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും അങ്ങനെ സംഭവിക്കാറില്ല. പനി ഒരു ദിവസം എന്തായാലും നിൽക്കുന്ന എനിക്കറിയാം, പക്ഷേ ഇതിപ്പോൾ കാല് അല്ലൊന്നും ഒട്ടും എനക്കണം കൂടിയും ചെയ്യുന്നില്ല. അപ്പം അല്ലുനാണെങ്കിൽ നിഖിൽ ചേട്ടൻ തന്നെ വേണം, നിഖിൽ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു കസിനെ വിളിച്ചിട്ടുണ്ട്, മാമൻ്റെ മോളെ വിളിച്ചിട്ടുണ്ട്, അർച്ചനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂട്ടിയിട്ടാണ് പോണത് ഇവരെ നോക്കാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ വട്ടപ്പരത്തി, അതാണ് ഹൈ ലവ് വട്ടപ്പരത്തി, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ബീച്ചിൽ പോയപ്പോൾ. അവിടെയാണ് കേട്ടോ പോകാൻ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നേരെ ഞാൻ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി വിടാ, സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ സാരി എടുക്കുന്നത്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് എന്താ വീഡിയോ ഫുൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ശ്രമിക്കാം. കാരണം ഇവർ രണ്ടുപേരും മൂടിനനുസരിച്ച് വേണം നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ. കാരണം ഇവർ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവരെ സമാധാനിപ്പിക്കാൻ നടക്കണം. പിന്നെ അമ്മയും ചുക്കും ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് പോണത്. അപ്പോൾ എന്തായാലും വീഡിയോ തുടർച്ചയായിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചുക്കുവാണെങ്കിൽ കുറേ നേരമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് അവൾ ലാസ്റ്റ് ഉറക്കമായി എന്ന് പറഞ്ഞു. ഞാൻ അമ്മമ്മനെ വിളിച്ചു ചോദിച്ചപ്പോൾ നമ്മൾ 2 ചെക്കന്മാർക്കാണെങ്കിലും നല്ല ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നു കൊച്ചു. ഇതാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്താറാവുന്നു. ഇനി ഇവിടെ എത്തിയിട്ട് വേണം വേഗം തന്നെ സാരി എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാനായിട്ട്. ഇപ്പം തന്നെ സമയം 4 മണി ആയിട്ടുണ്ട്. 4:30 ആകുമ്പോൾ അവൻ അവിടെ ബീച്ചിൽ എത്താൻ പറഞ്ഞാട്ടോ നമ്മളോട്. ഒരു അരമണിക്കൂർ കൊണ്ട് ചടപെടാന്ന് എൻ്റെ മേക്കപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നാമത് എനിക്ക് സാരി എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ചുക്കും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ 1 ലെയർ ആയതുകൊണ്ട് പിന്നെ മറ്റേ പ്ലേറ്റൊന്നും പിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് പുട്ടിയിട്ടാണ് വന്നിരുന്നത്, പണിക്കാട്ടിൽ നിന്ന് തന്നെ. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ട് അധികം പുട്ടിയിടേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ നേരെ നമ്മൾ വട്ടപ്പരത്തി ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് എൻ്റെ സാരി എടുത്തതിലുള്ളൊരവസ്ഥ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. ഇങ്ങനെ സാരി ഒക്കെ എടുക്കുമ്പോഴായാലും മേക്കപ്പ് എടുക്കുമ്പോഴായാലും കവളൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടി. നമസ്കാരമുണ്ട്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും എത്തിയിട്ടുണ്ട്. അവർ 4 മണിക്ക് ഇനി 4:15 അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതേ പോണതാണ് ഉല്ലാസ്. അപ്പോൾ നമ്മൾ ഒരു വർക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരെ പിറന്നാളിൻ്റെ വർക്കും കൊടുത്തിരുന്നത് ഉല്ലാസിനായിരുന്നു. അടിപൊളിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. നല്ല ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്റ്റാൻഡേർഡാണ് കാണാനായിട്ട്. അപ്പോൾ കഴിച്ച് ഞങ്ങളിതാ കെട്ടുപാണ്ടൊക്കെ പറക്കിയിട്ട് ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ നമ്മൾ കടപ്പുറത്തേക്ക് പോവുക.
അപൂർവമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ മെച്ചേണിറ്റിക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പാലൊന്നും തിണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നൈസാണ് അല്ലേ? അല്ലടാ അപ്പോൾ ഇതെന്തായിരിക്കും ഇത് റോഡ് പോവാ. ഐനൂസ് പിന്നെ അമ്മാമനായിട്ട് സെറ്റായിട്ടുണ്ട്. അല്ലുക്കുട്ടനാണ് ഇനി സീനാവുമെന്ന് അറിയില്ല. കാരണം അല്ലുക്കുട്ടൻ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് നമ്മൾ പോരില്ല. നമുക്ക് കണ്ടറിയാം എങ്ങനെയാവുന്നു. ഇവിടെയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊരു കൊല്ലം മുന്നേ വന്നതിനേക്കാളും മാറ്റമായി. മറ്റേ പാർക്കൊക്കെ പിന്നെ അതുപോലെ കാറ്റാടിമൊക്കെ പീൻ്റൊക്കെ അടിച്ചിട്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടും. പിന്നെ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5 മണി ആയി. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ പാച്ചസ് ഒന്നും ഉണ്ടാവില്ല ഫേസിൽ. അപ്പോൾ ഇതൊരു നല്ല ടൈമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ വേഗം എടുത്ത് തീർക്കണം, സൂര്യൻ അസ്തമിക്കേക്കാളും മുന്നേ. എല്ലാം ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്തോ ഭാഗ്യത്തിന് താഴത്തൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചുക്കിനോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബീച്ചിലൊക്കെ നടത്തിക്കാൻ പറഞ്ഞു ഞങ്ങൾ. അങ്ങനെ 2 പേരും അവിടെ സെറ്റാണ്, അമ്മേരെയും ചുക്കുവിൻ്റെ കയ്യിലായിട്ട്. അത് കഴിഞ്ഞിട്ട് ലീനമ്മമാരെ തോളിലേറി പോകുന്നുണ്ട്. 2 പേരും പാൽ കുടിക്കാനായിട്ട്. അപ്പോൾ പാർക്കിൽ ചെന്നിരിക്കുകയാണ് അവർ. പാലുകൊടുക്ക കഴിഞ്ഞ് ഉഷാറായി ബീച്ചിലേക്ക് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത്ര നേരം മുന്നേ കുറച്ചും കൂടി മേഖലയിലാണ് നിന്നിരുന്നത്. ഇപ്പോഴത്തെ കളിക്കാൻ സെറ്റാണ് 2 പേരും. ഞങ്ങളാണെങ്കിൽ അവിടെ ഭയങ്കര ഷൂട്ടിലാണ് കൈസ്. പിന്നെ ഇവരെ കൊണ്ട് വലിയൊരു സീനൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ഭാഗ്യത്തിന്. ഞങ്ങളെ കൊണ്ട് അവൻ ഭയങ്കര മോഡേൺ രീതിയിലുള്ള ഫോട്ടോഗ്രാഫികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് കടൽ മറ്റേ വെയിലിറക്കായിരുന്നു അമ്മ പറഞ്ഞാണ്. ഭയങ്കര ബാക്കിക്കായിരുന്നു. അതുകൊണ്ട് വലിയ തിരകളൊന്നും ഉണ്ടായിരുന്നില്ല, സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സത്യം പറയുകയാണെങ്കിൽ കടപ്പുറത്താണ് നിൽക്കണേ, ഞാൻ മറന്നുപോയി. ഈ ഫോട്ടോ എടുക്കണോണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കുറച്ചായാലും ഇറങ്ങി നിൽക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതാ ക്ഷീണിച്ച് അവശയായിട്ട് ഇത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 6:15 ലൈറ്റൊക്കെ പോയി. അപ്പോഴേക്കും ഇവിടെ 2ാമത്തെ ട്രിപ്പ് പാലക്കുടിയിലാണ്. നമ്മൾ അല്ലൂസാണെങ്കിൽ ചുക്കുൻ്റെ കയ്യിലുണ്ട്. വലിയ രീതിയിൽ തിരക്കേടില്ലാത്ത രീതിയിലെല്ലാം കഴിഞ്ഞു. കാരണം ഇവരെയും കൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായില്ല. കുടിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാണ്. ബീച്ചിൽ നിന്ന് കയറുന്ന റോട്ടിൽ തന്നെ നമ്മൾ മാഫാമിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അവിടെ കയറിയപ്പോഴത്തേ ബ്രോസ്റ്റഡ് ചിക്കൻ പറഞ്ഞു 4 പേർക്കും. പിന്നെ അതേപോലെ തന്നെ അവിടെ ഷവർമ്മ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്രോസ്റ്റഡ് ചിക്കൻ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഓരോ ലൈം ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇനി ചുക്കു ഇനി നേരെ വീട്ടിൽ പോവും. പിന്നെ ഞങ്ങളും ഇന്ന് ഇവിടെ തന്നെയാണ് സ്റ്റേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ വിജയകരമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒന്നല്ല പ്രതീക്ഷിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അവർക്ക് എൻ്റെ വാക്സിൻ ആയിരുന്നു. 1.5 വയസ്സിൻ്റെ MMR എടുത്തിരുന്നു, മുന്നെടുത്തിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റർ ഉണ്ടായിരുന്നു.
എന്തോ DP എന്തോ ആ സംഭവം മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര പനിയും, കാല് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ അല്ലൂസ് ഭയങ്കര സീനായിരുന്നു. അവൻ കിടപ്പ് പോലെയൊക്കെ ആയിരുന്നു. അവൻ സോഫയമേ അല്ലെങ്കിൽ കട്ടിൽമേ തന്നെ കിടക്കും. ഇവൻ്റെ വേണ്ട പാല് ഫുഡൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണം. എന്തോ വലിയ രോഗിനെ പോലെ ആയിരുന്നു കിടന്നിരുന്നത്. എന്താ പറയുക, ചില വേദന, നല്ല വേദന ഉണ്ട്. കാശികയിലും അതിന് നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ അവർ ട്രൈ ചെയ്ത് നടക്കാനായിട്ട്. പിന്നെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കർ, പിള്ളേരെ കൊണ്ട് എക്സസൈസ് അല്ലെങ്കിൽ നടത്തിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാല് അനക്കിപ്പിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കല്ലയ്ക്കും. പിന്നെ അത് ഭയങ്കര പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ അലങ്ങണ്ട, നടക്കണ്ട, ഒന്നും ചെയ്യില്ല. ഇവനോട് അച്ഛന്മാരും എൻ്റെ മേത്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കാലിച്ചിരി ഒന്ന് വേദന എടുക്കുമ്പോഴേക്കും ഭയങ്കര അഭിനയ കുലപതിയായിട്ടും ഒന്നും പറയണ്ട. അതുകൊണ്ട് ഇന്നും അതേപോലെ കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരം മുന്നാണ് ചേട്ടൻ സിറ്റ് ഔട്ടിൽ എന്തോ ഇവനെ വെച്ച് കളിപ്പിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെള്ളത്തിൽ ഇവനെ കെടുത്തി. അപ്പോൾ കാലും കൈയൊക്കെ ഇട്ടിട്ട് കാണിച്ചപ്പോൾ അവന് ഇളകിയപ്പോൾ അവൻ മനസ്സിലായി മാക്സിമം വേദന എത്ര ആയിരിക്കും മനസ്സിലായി. അങ്ങനെ എന്തോ ഭാഗത്തിന് സെറ്റ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ചുക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പം ചുക്കും അമ്മയും കൂടി 2 പേരൊക്കെ അങ്ങനെയൊക്കെയോ ഹാൻഡിലൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ യാതൊരു വിധ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവർ നന്നായിട്ട് നമ്മുടെ അല്ലൂസിനെ ഹാൻഡിൽ ചെയ്തു. പിന്നെ നടക്കാനുള്ള ഒരു സ്ഥലം ബീച്ച് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേറെ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി നടന്നും പിടിച്ചും മണ്ണ് വാരിയും ഇട്ടിട്ടൊക്കെ. അതുകൊണ്ട് ഒരു കണക്കിൻ്റെ കഴിഞ്ഞു വന്നിരുന്നു. ഇത് ചുക്ക് പോയിട്ടുണ്ട്. നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞു അവളോട് പോണ്ടാന്ന്. പക്ഷേ എങ്കിൽ അവൾ വീട്ടിൽ ചെന്നിട്ട് കട്ടിലും കിടക്കില്ലായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അത് ഞങ്ങളോട് എത്തി നല്ലൊരു ചായയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളൊരു ഫോട്ടോഷൂട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് നമുക്ക് എന്താ പറയുക പിന്നാലെ വരുന്നുണ്ട്. അടുത്ത വീഡിയോ ചിലപ്പോൾ അതായിരിക്കും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് 5 കൊല്ലം ഞങ്ങൾ തികയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.